ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എംഎസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? എന്റെ പ്രിയപ്പെട്ട SSLC റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു കിടിലൻ ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് MS സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എന്താണ് ആ ഹാപ്പി ന്യൂസ്? ചില്ലറ ഹാപ്പി ന്യൂസ് ഒന്നുമല്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന 4,30,000 ചുവടെ വരുന്ന കുട്ടികളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, ഇന്നലെ നമ്മുടെ വാല്യുവേഷൻ ക്യാമ്പ് അവസാനിച്ചു, ക്ലോസ് ചെയ്തു. മൂല്യനിർണയം പൂർത്തിയായി. ഓരോരുത്തരുടെയും പരീക്ഷാ പേപ്പറിൽ മാർക്കുകൾ കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, നിന്റെ പരീക്ഷാ പേപ്പറിൽ നീ എഴുതിയ ആൻസർ പേപ്പർ 10 വിഷയത്തിലും IT അടക്കം എത്രയായിരിക്കും നിനക്ക് മാർക്ക്? A+ ആണോ, A ഗ്രേഡ് ആണോ, B+ ആണോ, B ഗ്രേഡ് ആണോ? എന്താണെങ്കിലും ശരി, ഞാൻ ചോദിച്ച എനിക്കറിയാവുന്ന എൻ്റെ കോഴിക്കോട് ജില്ലയിലെ പല വാല്യുവേഷൻ ക്യാമ്പുകളിലും പങ്കെടുത്ത ടീച്ചേഴ്സിൽ നിന്ന് എനിക്ക് ലഭിച്ച മറുപടി പറയൂല ഒരു അടിപൊളി മറുപടിയാണ്. സോ ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എന്താണെന്നറിയോ? യെസ്, നിങ്ങൾ +1 സയൻസ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, എൻട്രൻസ് ഉണ്ടെങ്കിലും ശരി എൻട്രൻസ് ഇല്ലെങ്കിലും ശരി, MS സൊല്യൂഷൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് +1 പഠിച്ചെടുക്കാം. ഏതൊക്കെ വിഷയങ്ങൾ? സയൻസ് സബ്ജക്റ്റുകളെല്ലാം തന്നെ പഠിച്ചെടുക്കാം. ഒരു വിഷയവും വേണ്ട, ലാംഗ്വേജുകളടക്കം നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് MS സൊല്യൂഷൻ തന്നിരിക്കും. കണ്ടോളീൻ ആ ബാച്ചുകളുടെ പേര്. ആദ്യം ഒരു ബെൻടൺ ബാച്ച് ഉണ്ട്. അതായത് സർ, എനിക്ക് +1 520 മാത്രം മതി സാർ. എനിക്ക് +1 മാത്രം മതി. എനിക്ക് എൻട്രൻസും കുണ്ട്രൻസും ഒന്നും വേണ്ട സാർ. എൻ്റെ പേരിൻ്റെ കൂടെ ഡോക്ടർ വേണ്ട സാർ. എനിക്ക് എഞ്ചിനീയറിംഗ് വേണ്ട സാർ. എനിക്ക് ബോർഡ് എക്സാമിൽ ഫുൾ A+ ഫുൾ മാർക്കോ മാത്രം കിട്ടിയാൽ മതി. അല്ലെങ്കിൽ എനിക്കൊരു 90% മാർക്ക് ഉണ്ടായാൽ മതി. അത്തരം കുട്ടികൾക്കുള്ള ബാച്ചിൻ്റെ പേരാണ് ബെൻടൺ ബാച്ച്. ആ ബാച്ചിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 3540 രൂപ മാത്രമാണ്. കേരളത്തിലെ ഒരു ആപ്പുകൾക്കും പറയാൻ പറ്റൂല ഇത്രമേൽ റേറ്റ് താഴോട്ടിനെ കൊണ്ടുപോകാൻ പറ്റൂല. ഓക്കെ, 6000 രൂപയുടെ കോഴ്സാണ് നിങ്ങൾക്ക് 3540 രൂപക്ക് തരുന്നത്. വേണമെങ്കിൽ ജോയിൻ ചെയ്തോളി. രണ്ടാമതായിട്ട് +1 ന്യൂട്ടൺ ബാച്ച്. തലയിൽ വീണാൽ എൻട്രൻസ് വരും ചെറുപ്പക്കാരാ. ആപ്പിൾ നിന്ന് നോക്കി എൻട്രൻസുകൾ ഇങ്ങനെ വരും. ഇന്റഗ്രൽ E⁻0 എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സാർ, എനിക്ക് +1 ഫുൾ മാർക്ക് മാത്രം പോരാ, എനിക്ക് എൻട്രൻസും പഠിക്കണം സാർ എന്ന് പറയുന്ന കുട്ടികൾക്കുള്ള ബാച്ചിന്റെ പേരാണോ എന്ത്? അത് ന്യൂട്ടൺ ബാച്ചാണ്. എത്രയാണ് സാർ ഇതിന്റെ പ്രൈസ്? 12000 രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. 12000 രൂപയുടെ കോഴ്സ്. എടമോനെ യെസ്, 12000 രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് 5999, ഓൺലി 5999 റുപ്പീസ്. നിങ്ങളൊരു ട്യൂഷൻ സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ മിനിമം 23,000 രൂപയെങ്കിലും ഈ കോഴ്സിന് കൊടുക്കേണ്ടി വരും. കാരണം ഓഫ്ലൈൻ ട്യൂഷൻ നടത്തുന്ന ആളായി പറയുന്നത്. ഓൺലൈൻ ആകുമ്പോൾ പ്രശ്നമില്ല, നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ക്ലാസ്സുകൾ കാണാം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 5999. ഓക്കെ, എൻട്രൻസ് ആണടാ, എൻട്രൻസ്. സാർ, റേറ്റ് ഇത്രയൊക്കെ കുറയ്ക്കുമ്പോൾ എൻട്രൻസിന്റെ ക്ലാസ്സൊക്കെ നിങ്ങൾ വെറും പറ്റിക്കലാവൂലേ? MS പറ്റിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേരണ്ട. വിശ്വാസമുണ്ടെങ്കിൽ മാത്രം. കോർപ്പറേറ്റ് കമ്പനികളുമായിട്ട് മത്സരിക്കാൻ MS റെഡിയാ. പക്ഷേ കുട്ടികൾക്ക് കിട്ടാത്തൊരു കാര്യം പറഞ്ഞാൽ, കുട്ടികൾക്ക് അർഹതപ്പെട്ടൊരു കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോളിൻ. കോഴിക്കോട് കൊടുവള്ളിയിൽ വരാം. 673572 പോസ്റ്റ് ഓഫീസിലേക്ക് നിങ്ങൾക്ക് വരാം. അവിടെ ഉണ്ടാകും ഞാൻ. ഓക്കെ, യെസ്. ഇനി മൂന്നാമത്തെ ഒരു ബാച്ച് ഉണ്ട്, +1 A10 ബാച്ച്. സർ, എനിക്ക് എന്ത് വേണം? എനിക്ക് ബോർഡ് വേണം, പക്ഷെ എൻട്രൻസ് വേണ്ട. പക്ഷെ എനിക്ക് മറ്റേതെങ്കിലും മേഖലകളിലേക്ക് പോകണമെന്നുണ്ട്. എനിക്കൊരു കരിയർ ഗൈഡൻസ് വേണം സാർ. എനിക്ക് എൻ്റെ കരിയറിനെ കുറിച്ചൊരു ഗൈഡ് വേണം സാർ. തന്നിരിക്കും. ആ +1 ബോർഡിന്റെ കൂടെ കരിയർ ഗൈഡൻസിൽ കൂടി ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് വെറും 3999 രൂപ മാത്രം. 7500 രൂപയുടെ കോഴ്സാണ് നിങ്ങൾക്ക് 3999 തരുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഇത് പറഞ്ഞിരിക്കുന്ന ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ ഇപ്പൊ തന്നെ വാട്സപ്പ് ചെയ്യുക. ആദ്യം തന്നെ 7012670055 നോക്കിക്കേ. 0055701267 0055. ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ 8075125031 ഇതെന്തായാലും കിട്ടും. ഇത് കിട്ടിയില്ലെങ്കിൽ മാത്രം ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, യെസ്. പിന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ 9 മണിയുടെയും
രാത്രി 10 മണിയുടെയും ഉള്ളിൽ നിങ്ങൾ വിളിക്കേണ്ടതാണ്. ഓക്കെ, 9 മണിയുടെയും 10 മണിയുടെയും ഉള്ളിലാണ് നിങ്ങൾ വിളിക്കേണ്ടത് എന്ന് ആലോചിക്കുക. മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് സാർ ആ ന്യൂസ് ഒന്ന് പറയും സാർ, വമ്പിച്ച റിസൾട്ട് ഒന്ന് പറയൂ സാർ. ഒന്നുമില്ല, ഈ വർഷത്തെ SSLC വാല്യുവേഷൻ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ ടീച്ചേഴ്സും ഒരേ സ്വരത്തിൽ പറയുന്നു, കഴിഞ്ഞ വർഷം ലഭിച്ച റിസൾട്ടിനേക്കാളും ഒരു 25% അധികം റിസൾട്ട് ഈ വർഷത്തെ പരീക്ഷ റിസൾട്ട് വരുമ്പോൾ ഉണ്ടാവുകയല്ലേ. അതായത് കഴിഞ്ഞ വർഷം 60,000 ആയിരുന്നു, ആദ്യം വന്നപ്പോൾ 55,000 അങ്ങാനായിരുന്നു ഫുൾ A+ ഉണ്ടായിരുന്നത്. പിന്നെ റീവാലുവേഷൻ കൊടുത്തതിന് ശേഷമാണ് അതെന്തായത് 60,000 സംതിങ് ആയി മാറിയത്. സോ 60,000-ഓളം കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം ഫുൾ A+ ആയിരുന്നെങ്കിൽ ഈ വർഷം അതിനേക്കാൾ ഒരു 70,000-80,000 കുട്ടികൾക്കൊക്കെ ഫുൾ A+ കിട്ടാനുള്ളൊരു സാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ടീച്ചേഴ്സ് പറയുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഒരു 25,000-ഓളം ടീച്ചേഴ്സ് വാല്യുവേഷൻ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്, ടോട്ടൽ ഹയർ സെക്കൻഡറി അടക്കം. അപ്പോൾ ഓരോ ടീച്ചേഴ്സിൻ്റെയും അവർ നോക്കിയ പേപ്പറുകൾ, എനിക്കറിയാവുന്ന ടീച്ചേഴ്സൊക്കെ നല്ല രീതിയിൽ പേപ്പറുകൾ നോക്കിയിട്ടുണ്ട്. അവർ നോക്കിയ പേപ്പറുകളൊക്കെ നല്ല രീതിയിൽ മാർക്ക് വന്നിട്ടുണ്ട്. ഞാൻ SSLCൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇനി വേറെ ഏതെങ്കിലും ജില്ലയിലെ ടീച്ചേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയ പേപ്പർ പറ്റബദ്ധമാണെങ്കിലോ പറയാൻ പറ്റൂല. ഞാനേതായാലും കോഴിക്കോട് ജില്ലയെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ശരി, നിങ്ങൾ നോക്കുക, കണ്ടറിഞ്ഞ് കാത്തിരിക്കുക, പ്രാർത്ഥിച്ചോളിൻ. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ വർഷത്തതിനേക്കാളും കുട്ടികളുടെ എണ്ണം കുറവാണ്, എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കാളും നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇത് വെറുതെ പ്രതീക്ഷ എന്നൊരു വാക്കല്ല ഞാൻ ശരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ എഴുതിയത് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് എഴുതിയത് എന്നുള്ളത്. ഓക്കെ, അതാണ് ടീച്ചേഴ്സ് പറയുന്നത്. കുട്ടികൾ ചിലപ്പോൾ ചിന്തിക്കാൻ 30 മാർക്കൊക്കെ അയക്കും, പക്ഷെ ആ കുട്ടിക്ക് അവിടെ A+ ആണോ അല്ലേ. അതായത് നിങ്ങൾക്ക് ടീച്ചേഴ്സ് അവരുടേതായ മെത്തേഡിൽ വാല്യുവേഷൻ ക്യാമ്പിൽ മാർക്ക് ഇട്ടിട്ടുണ്ട്, പക്ഷേ പേപ്പറിൽ മാർക്ക് വരുന്നത് അത് A+ ആയിട്ട് തന്നെയാണ്. അപ്പം നിങ്ങളുടെ പേപ്പറിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ടെൻഷൻ അടിക്കണം. നിങ്ങൾക്ക് എന്തോ തെറ്റിപ്പോയിട്ടുണ്ടാവും, പക്ഷേ A+ പ്രതീക്ഷിച്ചോളിൻ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അർഹിച്ച റിസൾട്ട് തന്നെ വന്നിരിക്കും. കേരളത്തിൽ ഇക്കാലം വരെയും ലഭിക്കാത്ത ഫുൾ A+കളുടെ ലിസ്റ്റ് ആയിരിക്കും ഒരു പക്ഷേ ഇന്ന് വരാൻ പോകുന്നത്. ഞാൻ വിത്തൗട്ട് കൊറോണ കേട്ടോ, കൊറോണ സമയത്ത് 1,25,000 കുട്ടികൾക്ക് ഫുൾ A+ അത് നോക്കണ്ട. അതിനുശേഷം 40,000-45,000 കുട്ടികൾക്കായിരുന്നു. ഈ കഴിഞ്ഞ വർഷം 60,000-ത്തിനടുത്ത് കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. ഈ വർഷം അതിനേക്കാൾ കൂടും. എന്തായാലും ഒരു 65,000, 70,000, 75,000 കുട്ടികൾക്കൊക്കെ ഫുൾ A+ പ്രതീക്ഷിക്കുക. ഓക്കെ, സോ പ്രതീക്ഷിച്ചിരിക്കുക. നിങ്ങൾക്ക് എത്ര A+ കിട്ടുമെന്ന്, നിങ്ങൾക്ക് എത്ര കിട്ടുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ആ തോന്നുന്ന റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നും പേടിക്കണ്ട. അത് നല്ല റിസൾട്ടാണെങ്കിൽ ലവ് ഇന്ത്യ, നല്ല റിസൾട്ട് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.